ഈ കൃഷിയിൽ അതിനിപ്പോൾ വാഴയായാലും ഏത് കൃഷി ആയാലും നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന വർക്കുകളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അതായത് ഇപ്പോൾ ചെറിയ ചെറിയ വർക്കുകൾ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ വാഴക്കന്ന് ഇവിടെ വെക്കാനുള്ള വാഴക്കന്ന് കൊടുന്നത് അവിടെ ഒരു 200 മീറ്റർ അകലെയാണ് റോഡ്. അവിടെയാണ് വണ്ടി വന്ന് സാധനം ഇറക്കിയത്. അപ്പോൾ അവിടുന്ന് തലച്ചുമടായിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് ഇരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഇതിനിപ്പോൾ ഒരു പണിക്കാരനെ കൂട്ടിയാൽ അവന് 800 രൂപ 900 രൂപ കൂലിയും കൊടുക്കണം. അവന് പിടിച്ചു കൊടുക്കാനും ചാക്കിലാക്കാനും, അതല്ലെങ്കിൽ ചായ കഞ്ഞി കിണ്ടി വെള്ളം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് മനസ്സ് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് സ്വന്തം ഇന്നലെ കുറച്ചിട്ടു. ഇപ്പം ഇന്ന് രാവിലെ ഇപ്പോൾ 10 മണിയായപ്പോഴേ 10:30 ആയപ്പോഴേക്കും തീർന്നു അത്. അപ്പോൾ ഇവിടെ പ്ലോട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇത് മരുന്നിൽ മുക്കി 2 ദിവസം വലിയാനിടണം. അതിനുശേഷം ഞായറാഴ്ച മുതലാണ് വെക്കാൻ തുടങ്ങുക. ഇന്നലെ ഞാൻ കാണിച്ച പോലെ കുഴിയെല്ലാം റെഡിയാണ്. ഇതിലിപ്പോൾ കാണുന്നില്ല കന്നുകൾ, പലതരം കന്നുകളാണ്. വലുതുണ്ട്, ചെറുതുണ്ട്, നല്ല കന്നുകളുണ്ട്, കുറച്ച് വലുതും കയറിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വണ്ടിക്ക് ഒന്നിച്ച് വന്ന കന്നായതുകൊണ്ട് നമുക്ക് തിരയാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നാലും കുറച്ച് കന്നുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുവേ കന്ന് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ സ്വന്തമായ പ്ലോട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ആ ഒരു നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അത്യാവശ്യം പണികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. എല്ലാത്തിനും പണിക്കാരെ വിളിച്ചാൽ കൃഷിയിൽ പ്രോഡക്റ്റ് ഇൻകം മൈനസ് കോസ്റ്റ് എന്ന് നമ്മൾ കുറക്കും. പിന്നെ വരുമാനത്തിൽ നിന്ന് ചിലവ് കുറക്കുമ്പോൾ അവസാനം മൈനസായിട്ട് വരും. ഇതിപ്പോൾ നമ്മളൊരു പണിക്കൂലിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തന്നെ സ്വന്തം ചെയ്യുമ്പോൾ അതിനൊരു പണിക്കൂലി നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ പുതിയ കർഷകരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ പിന്നെ ഷർട്ട് ഊരാതെ വെള്ളക്കുപ്പായിട്ട് നടന്നാൽ കൃഷിയുടെ ഒരു വർക്കുകളും കൃത്യമായി മുന്നോട്ട് പോകില്ല, നഷ്ടത്തിലായിരിക്കും. വൻകിട മെക്കനൈസേഷൻ ഒക്കെ ചെയ്തിട്ട് 10 ഏക്കർ 50 ഏക്കർ ഒക്കെ ചെയ്യുന്ന 20 ഏക്കറൊക്കെ ചെയ്യുന്നവർക്ക് പറ്റും. അവർക്ക് അതിനുള്ള മെഷീനറീസും പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തുടക്കക്കാർ എന്നുള്ള നിലക്ക് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നഷ്ടത്തിലായിരിക്കും കച്ചവടം. ഓക്കെ, താങ്ക് യു.